സന്തോഷം. കാരണം ഇത്രയും ജില്ലകൾ, 14 ജില്ലകളിലെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ ഒരുപാട് ഹീറോസ് ഉള്ള ജില്ലയും കൂടെയാണ്. അതിലുപരി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാടും കൂടെയാണ് അല്ലേ? പിന്നെ മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും ഇരിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് വരണം, ചേരാട്ടെ. തൽക്കാലം നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറയണ്ട എങ്ങനെ. എനിവേ, എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അനിൽ. ഞാൻ തിരുവനന്തപുരം കുലശേഖരം സ്വദേശിയാണ്. ഞാൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി 2015 കേട്ട ആളാണ്. എനിക്കൊരു ഒരുപാട് പേർക്ക് ഞാൻ ഈ വേദിയിൽ ഒരുപാട് തവണ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവർ നിങ്ങളുടെ വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2015 ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഇതേപോലെ ഒരു ഹാളിൽ വന്നിരുന്ന, അന്ന് കോട്ടൺ സൂപ്പൊന്നുമില്ല, മര്യാദയ്ക്ക് പറയുന്നത് സ്റ്റേജിൽ വന്നിരുന്ന് കേട്ടെങ്കിലും എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നും വന്നില്ല. കാരണം പൊതുവെ മലയാളിയായതുകൊണ്ട് നമ്മൾ മലയാളികളെ അങ്ങനെ പെട്ടെന്നൊന്നും കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. നമ്മൾ അവർക്ക് കുറിച്ച് ഒക്കെ നോക്കിയിട്ടേ ഒരു തീരുമാനം എടുക്കും. അന്ന് ഞാനിതെല്ലാം കേട്ടിട്ട് ഞാൻ തീരുമാനിച്ചത് ചെയ്യേണ്ടതാണ്. അതിന് ഞാൻ പറഞ്ഞത് സമയമില്ലെന്ന്. കാരണം അന്ന് ഞാനൊരു 12,000 ശമ്പളത്തിൽ ജോലി നിന്നതാണ്. സമയമില്ലാന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോഴും നിങ്ങളിൽ പലരും വാച്ച് നോക്കിയിരിക്കുകയാണ്. ഇയാളെ കൂടെ തീർന്നെങ്കിൽ പോവായിരുന്നു. ഇതിന്റെ മലയാളം മനസ്സിലാവുന്നുണ്ടോ? പലരും വാച്ച് നോക്കിയിരിക്കുകയാണ്. സമയമില്ല. കാരണം ആകപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ് അല്ലെ? തിങ്കളാഴ്ച തിരക്കാണ്, നാളെ മൊത്തം തിരക്കാണ്, ചൊവ്വാഴ്ച തിരക്കാണ്, എല്ലാ ദിവസവും തിരക്കാണ്, വന്ന് ഞായറാഴ്ച തിരക്കാണ്. കയ്യിൽ 5 പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 10,000 തികച്ചെടുക്കാനുണ്ടോ എന്ന് ചോദിച്ചത്. എന്നാൽ ജാതയ്ക്ക് ഒരു കുറവും എന്റെ കാര്യം ഞാൻ പറയണേ. അപ്പൊ അതുകൊണ്ട് തന്നെ സമയമില്ലാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. പിന്നീട് ഞാൻ എന്റെ ജോലിയായിട്ടൊക്കെ പോയി. മാസങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്നെ വിളിച്ചുകൊണ്ട് മീറ്റിംഗിൽ വന്ന ആൾക്കാർ ഇത് വിടുന്നില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ ചെയ്തില്ലെങ്കിൽ അവർ മതിയാക്കിയിട്ടൊക്കെ പോകുന്ന. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, കമ്മലിട്ടവനെ കിട്ടിയില്ലെങ്കിൽ കടുക്കലിട്ടവനുണ്ടാവും. എനിക്ക് എന്നെ വിളിച്ചോണ്ടുന്ന ആൾക്കാർക്ക് അത് മാറ്റമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ശരിയാവില്ല. നമ്മുടെ സലിംകുമാർ ഉറങ്ങല ചിലപ്പോ ബിരിയാണി കൊടുത്താലോ പോലെ ഇതിനകത്ത് ഇനി ചിലപ്പോ രക്ഷപ്പെടാനുള്ള വകുപ്പ് കിട്ടിയാലോ. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും അങ്ങോട്ട് വിളിച്ചു. ഒന്നും കൂടി എനിക്കിത് പറഞ്ഞു തരണമെന്ന് പറയും. അന്ന് മീറ്റിംഗിലല്ല, പേഴ്സണൽ ആയിട്ട് പോയിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാൻ പറയും എന്നെ ലീഡറിനെ വെച്ച്. അങ്ങനെ രണ്ടാമത് അങ്ങോട്ട് പോയി കേട്ട് എല്ലാം വരച്ച് കുറിച്ച് ഒക്കെ പറഞ്ഞു തന്ന്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഒരു കാര്യം മനസ്സിലായി, എന്തൊക്കെയോ കിട്ടും എന്ന് മനസ്സിലായി. എന്തായാലും തുടങ്ങാമെന്നൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുക്കാൻ കാരണമുണ്ട്, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ പോലും വരില്ലായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. 1,000 രൂപ പോലും എടുത്തിറക്കാനുള്ള സാമ്പത്തിക അവസ്ഥയില്ല. ഈ ബിസിനസിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നാണ് ഇവിടെ ഷാമിൽ പ്ലാൻ പറഞ്ഞപ്പോ പറഞ്ഞത്. വല്ലത് മനസ്സിലായാൽ തോന്നും ആദ്യമായിട്ടൊക്കെ വന്നവർക്ക് ഒരു കിളിപോയ അവസ്ഥയൊക്കെ ആയിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ 1 ലക്ഷം ഉണ്ടോ, 10 ലക്ഷം ഉണ്ടോ, 5 ലക്ഷം ഒന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട. പണം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. പക്ഷെ ഈ ബിസിനസ്സിൽ പർച്ചേസ് ചെയ്താൽ മതി ബിസിനസ് തുടങ്ങാൻ അല്ലെ? പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ ബിസിനസ് വന്നാലും ഇല്ലെങ്കിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നില്ല? അതോ പൈസ ഇല്ലാത്തതിന്റെ പേര് പല്ലിയേക്കാറില്ലേ? കഴിഞ്ഞ മാസം ടൈറ്റ് ആയിരുന്നു, പല്ലി വെച്ചില്ല. അതിന്റെ അങ്ങേ മാസം ടൈറ്റ് ആയിരുന്നു, കുളിച്ചില്ല. സോപ്പ് വാങ്ങാനും പേസ്റ്റ് വാങ്ങാനും അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ നമ്മളൊരു പർച്ചേസ് ചെയ്യാൻ ഒരു എമൗണ്ട് എല്ലാ ദിവസവും മാറ്റി, എല്ലാ മാസവും ഒക്കെ മാറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ബിസിനസ് തുടങ്ങാൻ കടമാറിയാൽ മതി അല്ലെ? കടമാറിയാൽ മതി, ഈ ബ്രാൻഡ് എടുത്താൽ മതി. അങ്ങനെ ഞാൻ ഈ ബ്രാൻഡിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ചുകൂടി മലയാളം മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, റേഷൻ കടയിൽ പോയി പഞ്ചസാര വാങ്ങിച്ചാൽ റേഷൻ കട തുടങ്ങാനുള്ള ലൈസൻസ് കിട്ടില്ല. മണ്ണെണ്ണ പഞ്ചസാരയൊക്കെ കിട്ടൂ. പക്ഷെ ഈ റേഷൻ കടയിൽ സാധനം മേടിച്ചാൽ ഈ റേഷൻ കട തുടങ്ങാനുള്ള ഒരു ലൈസൻസ് കിട്ടും. ലൈസൻസ് ഒരു 10 അക്കമുള്ള ഒരു നമ്പർ, നിങ്ങളുടെ ആധാർ നമ്പർ, ലൈസൻസ് നമ്പർ, ആ നമ്പർ ഈ നമ്പറിന്റെ കൂടെ
ഒരു ID നമ്പർ എനിക്ക് കിട്ടി. പിന്നെ കുറെ പ്രോഡക്റ്റുകളും കിട്ടി. ഈ പ്രോഡക്റ്റുകളൊക്കെ കൊണ്ട് ഞാൻ വളരെ ആവേശത്തോടെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ സീൻ വേറെയാണ്. കാരണം ഞാൻ എന്തോ കൊള്ള സംഘത്തിൽ ചേർന്നിട്ട് പോയതുപോലെയാണ് വീട്ടുകാരെന്നെ കണക്കാക്കിയത്. കാരണം അവരൊക്കെ പറഞ്ഞത് ഞാൻ വിചാരിച്ചത് അവരെയൊക്കെ എന്നെ അനുഗ്രഹിക്കുന്നതാണ്. നീ നന്നായി വരട്ടെ, ഈ ബിസിനസ്സോടെ STC ആവട്ടെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരെന്നെ വളരെ പുച്ഛത്തോടെ, നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് മര്യാദയ്ക്ക് ജോലിക്ക് പോയാൽ പോരെ, ഇതൊന്നും നടക്കാൻ പോണില്ല. ഭയങ്കര തിരുവനന്തപുരം ഭാഷ പറയുകയാണെങ്കിൽ കലിപ്പായിരുന്നു, വീട്ടിലെ കലിപ്പാണ്. പിന്നെ വളരെ സമാധാനമായിട്ട് സംസാരിച്ചൊരു ഭാര്യയാണ്. അവള് പറഞ്ഞു, നിങ്ങൾ ഈ ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നത്, എന്നെ ഡിവോഴ്സ് ചെയ്താ പറയേ. അത് കേട്ടപ്പോ എന്റെ മനസ്സിൽ ഇടപൊട്ടി. കാരണം അവള് പോയാലും 10 ദിവസം കഴിയുമ്പോൾ തിരിച്ച് വരും. അത്ര ദിവസം ചെലവെങ്കിലും കുറഞ്ഞിരിക്കില്ല. പിന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി വീട്ടിലൊന്ന് പോയി സംസാരിക്കാൻ ശരിയാവില്ല, നമ്മളെ സമാധാനം കൂടി പോകും. എന്തായാലും കടല് കണ്ടത് ഞാനാണ്, അല്ലെ? കടല് കണ്ടിട്ട് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജന്മത്തിൽ കടല് കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് കടല് കണ്ടിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോണേ? കുറെ വെള്ളമുണ്ട്, നീല കളറാണ്. അവളുടെ മനസ്സിൽ കുറെ വെള്ളമുള്ളത് കിണറ്റിലാണ്, കുറെ വെള്ളമുള്ളത് കുളത്തിലാണ്, അല്ലെ? അപ്പൊ ഒരിക്കലും ആ പിക്ചർ കൊടുക്കാൻ പറ്റില്ല. കടൽ കാണുമെങ്കിൽ വിളിച്ചുകൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം, ഇതാണ് കടൽ എന്ന് കാണിക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കാൻ പോയില്ല. രാവിലെ ജോലിക്ക് പോകണം പറഞ്ഞിട്ട് പോകും.